കൊണ്ടോട്ടിയിലെ UDFന് 2 വിജയം. കേരളത്തിലെ UDFന് തന്നെ മാതൃകയെന്നോണം അധ്യക്ഷ പദവി കൈമാറിയിരിക്കുന്നു എന്നത് ഒന്ന്. മറ്റൊന്ന്, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുന്നണി മര്യാദ എന്നാൽ ഇതാണ്. കോൺഗ്രസിനേക്കാളും ഇരട്ടി സീറ്റുകൾ ഉണ്ടായിട്ടും പറഞ്ഞതുപ്രകാരം നഗരസഭാ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് കോൺഗ്രസിന് നൽകി. അതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന പദവി കൊണ്ടോട്ടിയുടെ സാരഥിക്ക് സ്വന്തമായി. ഇന്നലെ നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടിയുടെ നഗരസഭാ അധ്യക്ഷയായി കോൺഗ്രസിലെ നിത ഷഹീർ വിജയിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിത LDFിലെ KP നിമിഷയെ 26 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് നഗരസഭ അധ്യക്ഷയായത്. ആകെയുള്ള 40 കൗൺസിലർമാരിൽ നഗരസഭയിലെ നിത ഷഹീറിന് 32 വോട്ടും ലഭിച്ചു. KP നിമിഷ 6 വോട്ട് നേടി. UDFിലെ 2 വോട്ട് അസാധുവായി. ബാലറ്റ് പേപ്പറിൽ പേരും ഒപ്പും രേഖപ്പെടുത്താത്തതിന് ലീഗിലെ കൗൺസിലർ താന്നിക്കൽ സൈതലവിയുടെയും അതുപോലെ തെറ്റായ ഭാഗത്ത് ഒപ്പുവെച്ചതിന് കോൺഗ്രസിലെ കൗൺസിലർ സൗമ്യ ചെറായുടെയും വോട്ടുകളാണ് അസാധുവായത്. എന്നാൽ കോൺഗ്രസിലെ 2 സ്വതന്ത്ര അംഗങ്ങളും വെൽഫെയർ പാർട്ടിയുടെ കൗൺസിലറും UDFന് വോട്ട് ചെയ്തു. UDFന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. മുസ്ലിം ലീഗിന് 23 അംഗങ്ങളും കോൺഗ്രസിന് 8ഉം അതുപോലെ കോൺഗ്രസിൻ്റെ 2 സ്വതന്ത്ര അംഗങ്ങളുമാണുള്ളത്. അതുപോലെ CPMനും CPIക്കും 3 വീതം കൗൺസിലർമാരും ഉണ്ട്. 2015 നിലവിൽ വന്ന കൊണ്ടോട്ടി നഗരസഭയിലെ 5ാമത്തെ അധ്യക്ഷയായിട്ടാണ് നിത ഷഹീർ തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ CK നാണിക്കുട്ടിയായിരുന്നു ആദ്യത്തെ ചെയർമാനായി വന്നത്. പിന്നീട് CPMലെ പറമ്പീരി ഗീതയും അതുപോലെ മുസ്ലിം ലീഗിലെ KC ഷീബ എന്നിവരും 2015 മുതൽ 20 വരെയുള്ള കാലയളവിൽ അവിടെ അധ്യക്ഷന്മാരായി. പിന്നീട് മുസ്ലിം ലീഗിലെ CT ഫാത്തിമത്ത് സോറാബി അതിനുശേഷം ഇതുവരെ അധ്യക്ഷയായി നിന്നു. UDFിലെ അധികാരമാറ്റത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് നഗരസഭാ അധ്യക്ഷ പദവി കോൺഗ്രസിന് കൈമാറിയത്. അതോടെയാണ് നിതയ്ക്ക് അവസരം ലഭിച്ചതും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി അവർ മാറിയതും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പലയിടങ്ങളിലും അധ്യക്ഷ സ്ഥാനം വെച്ചു മാറുന്നതിനെ ചൊല്ലി വലിയ കലാപം പാർട്ടിക്കുള്ളിലായാലും മുന്നണിക്കുള്ളിലായാലും UDFിൽ കാണാറുണ്ട്. ചിലയിടങ്ങളിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാർ ഘടകകക്ഷികളെ മുഖവിലക്കെടുക്കുന്നേയില്ല. അതൊന്നും ശരിയായ മുന്നണി ബന്ധമല്ല. എന്നാൽ കൊണ്ടോട്ടിയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 വിജയമാണ്. ഒന്ന്, കേരളത്തിലെ മൊത്തം UDF മുന്നണി സംവിധാനത്തിനും മാതൃകയാക്കാവുന്ന ഒരു വിട്ടുവീഴ്ചയും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ പദവിയും അവർ സ്വന്തമാക്കിയിരിക്കുന്നു.